മകൾ മരിച്ചത് സീനിയർ വിദ്യാർത്ഥിനികളുടെ റാഗിങ്ങിനെ തുടർന്നെന്ന് പിതാവിന്റെ പരാതി. ഒറ്റപ്പാലം സ്വദേശിയായ വിദ്യാർത്ഥിനി പാലക്കാട് വ്യാസവിദ്യാപീഠം വിദ്യാലയത്തിന്റെ ഹോസ്റ്റൽ മുറിയിൽ ആത്മഹത്യ ചെയ്ത സംഭവത്തിലാണ് പിതാവ് മുഖ്യമന്ത്രിക്കുൾപ്പെടെ പരാതി നൽകിയത്. +1 വിദ്യാർത്ഥിനിയുടെ മരണം കാരണം സീനിയേഴ്സിന്റെ റാഗിംഗ് മൂലമാണെന്ന് പിതാവിന്റെ പരാതി. ഒറ്റപ്പാലം വരോട് സ്വദേശികളായ രാജേഷിന്റെയും ശ്രീജയുടെയും മകൾ രുദ്ര രാജേഷാണ് മരിച്ചത്. ഇന്നലെ രാത്രി 9 മണിയോടെ പെൺകുട്ടികളുടെ ഹോസ്റ്റൽ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. പെൺകുട്ടിയുടെ അച്ഛൻ പോളണ്ടിലാണ്. നാട്ടിലേക്ക് എത്തുന്ന വഴി പുറത്തുവിട്ട വീഡിയോയിൽ സ്കൂളിൽ മകൾക്ക് അനുഭവിക്കേണ്ടി വന്ന വിഷമത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. റാഗിങ്ങിനെ കുറിച്ച് കുട്ടി ഹോസ്റ്റൽ വാർഡനോട് പരാതി പറഞ്ഞിരുന്നുവെങ്കിലും യാതൊരു നടപടിയും എടുത്തില്ലെന്നാണ് ആക്ഷേപം. മോൾക്ക് സംഭവിച്ചത് എന്താ വെച്ചാൽ, കഴിഞ്ഞ വെള്ളിയാഴ്ച അവിടെ വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയാണ് പാരൻസിനെ വിളിക്കാൻ വേണ്ടി മൊബൈൽ കൊടുക്കാറുള്ളത് കുട്ടികൾക്ക്. അപ്പോൾ വെള്ളിയാഴ്ച വിളിച്ച് പറഞ്ഞു, അച്ഛാ ഇവിടെ ഭയങ്കര റാഗിങ് ആണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഹോസ്റ്റൽ വാർഡനോട് റിപ്പോർട്ട് ചെയ്തു, അവർ സീരിയസ് ആക്കി എടുക്കുന്നില്ല. അമ്മോട് വിളിച്ചു പറഞ്ഞു. അപ്പോൾ അമ്മോട് ഞാൻ സംസാരിച്ചു. അപ്പോൾ അവൾ വിളിച്ച് സംസാരിക്കാറുണ്ട്. ഒക്കെ അതിന് ശേഷം ഞാൻ 21-ാം തീയതി ഉച്ചയ്ക്ക് ഇന്ത്യൻ ടൈം സംതിങ് ടൈമിൽ വിളിച്ച് ചോദിച്ചു, കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ സംസാരിച്ച് പ്രശ്നങ്ങൾ സോൾവ് ആക്കി ചോദിച്ചു. കുഴപ്പമില്ല, പ്രശ്നങ്ങൾ സോൾവ് ആക്കി, ഇവിടെ പ്രശ്നങ്ങളൊന്നുമില്ല, നോർമലാണെങ്കിൽ എവരിത്തിങ് നോർമൽ എന്നാണ് പറഞ്ഞത്. പിന്നീട് ഈവനിങ്ങിലാണ് ഇങ്ങനെ മോള് എല്ലാവരും ഫുഡ് കഴിക്കാൻ പോയപ്പോൾ ഇവൾ ഒറ്റയ്ക്ക് ഇരുന്ന ടൈമിലാണ് ഇങ്ങനെ സൂസൈഡ് ചെയ്തിട്ടുള്ളത്. അതിന് കാരണം എന്നോട് റാഗിങ്ങിൻ്റെ മിഞ്ഞാന്ന് വെള്ളിയാഴ്ച വിളിച്ചു പറഞ്ഞു, അച്ഛൻ ഇവിടെ ഭയങ്കരമായിട്ട് റാഗിങ്. കാരണം എന്താ വെച്ചാൽ ഞാൻ അവിടുന്ന് ഇങ്ങോട്ട് ഓടി പോകുമ്പോൾ അവിടെ സീനിയർ കുട്ടിയുടെ മേത്തുനിന്ന് കൈ തട്ടി, ഷോൾഡർ തട്ടി. അതിന് ഞാൻ സോറി പറഞ്ഞില്ല. അതിന് ഭയങ്കരമായിട്ട് റാഗ് ചെയ്യുക, അതിനെ അവർ അച്ഛനെ അവർ തല്ലാൻ വരിക, മീൻസ് തല്ലണം എന്നൊക്കെ പറയുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. മീൻസ് മകളെ തല്ലണം എന്ന കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര റാഗിങ് ആണെന്ന് പറഞ്ഞു. അത് എന്നിട്ട് ഇന്ന് ഞാൻ ചോദിച്ചു എന്താ പ്രശ്നം ചോദിച്ചപ്പോൾ അവിടുത്തെ ഹോസ്റ്റൽ വാർഡൻ അറിയാം, ആ കുട്ടികളുടെ പേര്, റാഗ് ചെയ്ത കുട്ടികളുടെ കാര്യങ്ങളെല്ലാം ഈ ഹോസ്റ്റൽ വാർഡന് അറിയാം. സ്കൂളിൻ്റെ പേര് പാലക്കാട് വ്യാസവിദ്യാപീഠം കല്ലിയക്കാടാണ് വരുന്നത്. സ്കൂളിൻ്റെ പേര് ഇതാണ്. പോലീസിലെ മുഖ്യമന്ത്രിക്കും ഉൾപ്പെടെ പരാതിയും കുടുംബം നൽകിയിട്ടുണ്ട്. സംഭവത്തിൽ ടൗൺ നോർത്ത് പോലീസ് കേസെടുത്തിട്ടുണ്ട്. ജില്ലാ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. പോളണ്ടിൽ നിന്നും പിതാവ് നാട്ടിലെത്തിയ ശേഷമായിരിക്കും പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കുക. ശേഷം മൃതദേഹം വരോട്ടെ വീട്ടിലെത്തിക്കും.